അടുത്ത കോഴ്സിന് വേണ്ടിയുള്ള കാര്യം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക, അല്ലയോ? കർത്താവ് ഇന്ന് രാവിലെ പറയാൻ പോവാ, നീ രാജ്യങ്ങൾക്കപ്പുറത്ത് യാത്രയും നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ നടക്കാൻ പോവാ. നീ ഇങ്ങനെ ആരോഗ്യത്തോടെ നിൽക്കുന്ന യേശുവിന്റെ കൃപയാ. നിന്റെ അമ്മ ഒത്തിരി നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, സത്യമല്ലേ? ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ കുട്ടികൾ രണ്ടുപേരും അനുഗ്രഹിക്കപ്പെടും. നിന്റെ പിള്ളേരെ മോളെ, നീ ഒരു മെഡിക്കൽ പരമായ കോഴ്സ് പഠിക്കും. നിന്റെ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം മെഡിക്കൽ പരമായിട്ടൊരു കോഴ്സ് പഠിക്കണമെന്ന്. നിന്റെ കണ്ണിൽ കൂടെ വരുന്ന കണ്ണുനീരുണ്ടല്ലോ, എന്നോട് ദൈവം പറയുക, ഒരു സമയം കഴിഞ്ഞിട്ട് രാജ്യങ്ങൾക്കപ്പുറത്തു നീ യാത്ര ചെയ്യും കേട്ടോ. നീ ഒരു സുവിശേഷകയായിട്ട് മാറും. നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ചങ്ങലയുണ്ട്. ഇന്ന് രാവിലെ ആത്മാവ് അതിനെ ഉടയ്ക്കാൻ പോവാ. ദൈവം എന്നോട് പറഞ്ഞ് ശുശ്രൂഷ മേഖല ദൈവം ഉയർത്തും. ഭയങ്കര ദേഷ്യക്കാരനാണോ? ചെറിയ ദേഷ്യമുണ്ട്, കുറയ്ക്കണം. ആ പട്ടാള ചിട്ടയുണ്ടോ? കുറച്ചേക്കണം. വേണ്ട, ഒരു പട്ടാള ചിട്ടയും വേണ്ട. എവിടാ വീട്? വയനാട്ടില. അവിടുന്ന് വന്നാ? കൈയടിച്ചൊന്ന് സ്വോത്രം പറഞ്ഞ വയനാട്ടിൽ നിന്ന് വന്നാ പറയാ. നിങ്ങളെ ദൈവ സുവിശേഷ വില വർദ്ധിപ്പിക്കും. നിങ്ങളെ വെട്ടിയിട്ട് മറ്റൊന്നിനോട് ഒട്ടിക്കും. അത് നിങ്ങളുടെ വളർച്ചയുടെ ചവിട്ടുപടിയായിരിക്കും. ആ ദേശത്ത് ഒരുപറ്റം ആളുകളെ വല വീശി പിടിക്കാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. ചാവണ്ടിയായിരുന്നു, ദൈവം ആയുസ് കൊടുത്ത. എടാ, ഇന്ന് രാവിലെ അലർജി സംബന്ധമായിട്ട് ഒരു കെട്ട് നിന്നിന്ന് പൊട്ടിപ്പോകും. ദൈവം നിനക്കൊരു അത്ഭുത സൗഖ്യം തരും. നിന്നെ യേശുവിനെ സമർപ്പിച്ചാളാ. അതുകൊണ്ടാ ദൈവം നിനക്ക് ആയുസ്സും ആരോഗ്യം വന്നേക്കുന്നത്. ഇന്ന് രാവിലത്തെ ആരാധനയിൽ നിന്റെ മേലൊരു സൗഖ്യം നടക്കുന്നു. എല്ലാവരും കൂടെ കൈയടിച്ചു യേശുവേ എന്ന് വിളിക്കാൻ പറ്റുമേ? ദൈവാസനെ, നിങ്ങളോട് ആത്മാവ് പറയും, ഒട്ടിക്കോളാൻ പറയും. ഒട്ടിക്കോണം, നിന്നോണം ദൈവത്തിന്. ഈ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണ്ട, ദൈവം ഇവിടെ കാര്യം നോക്കും. ഇവരെ അത്ഭുതമായിട്ട് വരും. ഈ മോടെ പേരെന്ത് നോക്കണേ? കെസിയ, നീ ഒരു മെഡിക്കൽ കോഴ്സ് പഠിക്കും. എന്ത് പഠിക്കണമെന്ന് ആഗ്രഹം? MBBS പോകണമെന്നാ. എൻട്രൻസ് എഴുതും നമ്മള്. രാമീൻ പറ, എൻട്രൻസിന് നീ പാസ്സാവും. എൻട്രൻസ് നിനക്ക് കിട്ടും. നീ MBBS പഠിക്കും. ഒരു മെഡിക്കൽ കോഴ്സിന് ജോയിൻ ചെയ്യും. എല്ലാരും കൂടെ വിളിക്കുക, യേശുവേ യേശുവേ എന്ന് വിളിച്ച്. ഇന്ന് രാവിലെ അവന്റെ കരം നിനക്ക് അനുകൂലമായി ചലിക്കുന്ന രാവിലെയാണ്. ഇന്ന് രാവിലെ അവന്റെ കരം നമുക്ക് വേണ്ടി ഈ രാവിലെ വ്യാപരിച്ചു വരുന്നു.